പ്രൈസ് ദ ലോർഡ്. ബൈബിളിലെ 6-ാം പുസ്തകമാണ് യോശുവയുടെ പുസ്തകം. അധ്യായങ്ങൾ 24, വാക്യങ്ങൾ 658, ചരിത്രപരമായ വാക്യങ്ങൾ 616, പ്രവചനപരമായ വാക്യങ്ങൾ 42, ചോദ്യങ്ങൾ 21, ദൈവത്തിൽ നിന്നുള്ള ദൂതുകൾ 14, ആജ്ഞകൾ 98, മുന്നറിയിപ്പുകൾ 44, വാഗ്ദാനങ്ങൾ 15. ഗ്രന്ഥരചയിതാവായ യോശുവയുടെ പേര് തന്നെ പുസ്തകത്തിനും നൽകിയിരിക്കുന്നു. യോശുവയുടെ ആദ്യത്തെ പേര് ഹോശയ എന്നായിരുന്നു. മോശയാണ് ആ പേര് മാറ്റിയത്. സംഖ്യാപുസ്തകം 13:8 നമുക്കത് കാണുവാൻ സാധിക്കും. ഹോശയ എന്ന പേരിന് രക്ഷ എന്നും യോശുവ എന്ന പേരിന് യഹോവ രക്ഷകനാകുന്നു എന്നുമാണ് അർത്ഥം. ഗ്രീക്കിൽ യേശു എന്ന പേരിന്റെ എബ്രായ രൂപമാണ് യോശുവ. കനാൻ ദേശം ജയിച്ചടക്കിയത് യോശുവയുടെ നേതൃത്വത്തിലായിരുന്നു എങ്കിലും യഥാർത്ഥ ജേതാവ് ദൈവം തന്നെ. പഴയ നിയമത്തിൽ യോശുവ മുതൽ എസ്തേർ വരെയുള്ള 12 ചരിത്ര ഗ്രന്ഥങ്ങൾ എബ്രായ ബൈബിളിലെ 2-ാം ഭാഗമായി അറിയപ്പെടുന്നു. ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയുള്ള 5 ന്യായപ്രമാണ ഗ്രന്ഥങ്ങളാണ് മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ ആയ 1-ാം ഭാഗം. സങ്കീർത്തനങ്ങൾ എന്ന പേരിലുള്ള 3-ാം ഭാഗത്തിൽ ഇയ്യോബ് മുതൽ ഉത്തമഗീതം വരെയുള്ള 5 ഗ്രന്ഥങ്ങളും, പ്രവചനങ്ങൾ എന്ന പേരിൽ 4-ാം ഭാഗത്തിൽ യെശയ്യാവ് മുതൽ മലാഖി വരെയുള്ള 17 ഗ്രന്ഥങ്ങളും ഉൾപ്പെടുന്നു. അബ്രഹാമിനും അവന്റെ സന്തതി പരമ്പരകൾക്കുമായി കനാൻ ദേശം നൂറ്റാണ്ടുകൾക്ക് മുൻപേ ദൈവം വാഗ്ദാനം ചെയ്തിരുന്നതാണ്. ദൈവം തന്റെ വാഗ്ദാനത്തിൽ വിശ്വസ്തനുമായിരുന്നു. എന്നാൽ ഇസ്രായേൽ ജനം വിവിധ നിലകളിൽ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചതുമൂലം അവർക്ക് അത് നൽകുവാൻ താമസം നേരിട്ടു. എങ്കിലും തന്റെ മഹാകരുണയാൽ ദൈവം അവരെ കൈവിടാതെ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുവാൻ അവസരം കൊടുത്തു. ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം: മിസ്രൈമിലെ ഒരു അടിമയായി ജനിച്ച യോശുവ വാഗ്ദത്ത നാട്ടിലെത്തുമ്പോൾ ഒരു വീരയോദ്ധാവായി രൂപാന്തരപ്പെട്ടിരുന്നു. ആദ്യകാലത്ത് മോശയുടെ ഒരു ഭൃത്യനായിരുന്ന യോശുവ കനാൻ ദേശം ഒറ്റുനോക്കുവാൻ പോയ 12 ഗോത്ര തലവന്മാരിൽ ഒരാളും ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിന്ന 2 പേരിൽ ഒരുവനുമായിരുന്നു എന്ന് സംഖ്യാപുസ്തകം 32:11 പറയുന്നു. പിൽക്കാലത്ത് മോശയുടെ പിൻഗാമിയായി ഉയർത്തപ്പെട്ട യോശുവ വിശ്വാസത്തിന്റെയും ധൈര്യത്തിന്റെയും അനുസരണ ജീവിതത്തിന്റെയും ഒരു ഉജ്ജ്വല മാതൃകയാണ്. 3 പ്രധാന സൈനിക നീക്കങ്ങളിലൂടെ യോശുവ കനാൻ ദേശത്തെ കീഴടക്കുന്നതാണ് ഈ പുസ്തകത്തിലെ പ്രധാന വിഷയം. വാസ്തവത്തിൽ വിജയം കരസ്ഥമാക്കിയത് സൈനിക ശക്തിയാലല്ല, ദൈവത്തിലുള്ള വിശ്വാസത്താലും അനുസരണത്താലുമാണ്. ദൈവം വാഗ്ദാനം ചെയ്തതിനെ കരസ്ഥമാക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമ്പോൾ ദുഷ്ടശക്തികളുമായി പോരാടേണ്ടി വരും. അതാണ് എഫേസ്യർ 6:10 മുതൽ 18 വരെ പൗലോസ് നമ്മോട് പറയുന്നത്. ദൈവം ഇസ്രായേലിന് നൽകിയ സ്വസ്ഥത പിതാക്കന്മാരുടെ അവിശ്വസ്തത നിമിത്തം അവർക്ക് ആസ്വദിക്കാനായില്ല എന്നതാണ് യോശുവയുടെ പ്രമേയം. സങ്കീർത്തനം 95:11 നമുക്കത് കാണുവാൻ കഴിയും. ഈ സ്വസ്ഥത നിഴൽ മാത്രമാണെന്ന് എബ്രായ ലേഖനം 4:1 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങളിൽ പറയുന്നു. ദൈവം യേശുക്രിസ്തു മുഖാന്തരം ഒരുക്കിയിരിക്കുന്ന സ്വസ്ഥതയിലാണ് ഈ വാഗ്ദാനം നിറവേറുന്നത്. ഈ പുസ്തകത്തിന്റെ ലക്ഷ്യം: ഇസ്രായേൽ ജനം കനാൻ നാട് കീഴടക്കിയ ചരിത്രം രേഖപ്പെടുത്തുക എന്നതാണ് പുസ്തക ലക്ഷ്യം. ഈ പുസ്തകം എഴുതിയ കാലം BC 1405-നും 1375-നും മധ്യേ. എഴുതിയ സ്ഥലം ഷെഖേമിൽ വച്ച്. ഈ പുസ്തകത്തിന്റെ കാലപരിധി യോശുവയുടെ പുസ്തകത്തിൽ ഏകദേശം 30 വർഷത്തെ ചരിത്രമാണ് ഉൾക്കൊള്ളുന്നത്. ആമേൻ.